അപ്പം ഞാൻ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ അതാ കിച്ചണിലാണുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടുമാണ് ആവശ്യം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും വേണം. പിന്നെ കുക്കറാണ് വേണ്ടത് ഇതിന് മെയിനായിട്ട്. ഇല്ലേ പിന്നെ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനതാ അവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്തല്ല, ഇപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് കാണുമ്പം ഈ ചോളം അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം നല്ലപോലെ ഇത് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. അപ്പം ഞാനിതാ ഈ ചോളം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. ചോളം ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് ഓയിൽ കുറഞ്ഞു പോകും. ഓയിൽ കുറഞ്ഞു പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്നതൊന്നും പിന്നെ വേഗാതെയാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തി വരില്ല. ഇത് ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി വിടണം. ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിന്ന് സൗണ്ട് വന്നു തുടങ്ങും. ആ സമയത്ത് ഇത് എന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടി വന്നു തുടങ്ങി എന്ന് വെച്ചാൽ പോപ്കോണായി തുടങ്ങിയെന്ന് കാണുന്ന സമയത്ത് നിങ്ങളത് അടച്ചു വെച്ചിട്ട് അത് മുഴുവനും പൊട്ടി കഴിയുന്നവരെ ഇത് നല്ല ചൂടിലായിരിക്കണേ. ഗ്യാസ് ഓണാക്കി വെക്കേണ്ടത് നല്ല ഫ്ലെയിമിലായിരിക്കണം. ഇതാ നല്ലപോലെ പോപ്കോൺ ചൂടായിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് പൊട്ടി പോപ്കോണായിട്ട് വരാൻ തുടങ്ങും. അതാ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. കണ്ട പോപ്കോൺ വന്നു തുടങ്ങി. ഇനി ഇത് വേഗം അടച്ച് വയ്ക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, ഫ്ലെയിം കമ്മിയാക്കി വയ്ക്കണം. ഫ്ലെയിം നല്ലപോലെ കമ്മിയാക്കി വയ്ക്കാം. ഇപ്പം തന്നെ സൗണ്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പോപ്കോണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പോപ്കോണൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ ഇത് അടച്ചു വയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം പൊട്ടി ആ ഒരു സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇല്ലേ നമ്മുടെ മേത്തൊക്കെ പൊട്ടിത്തെറിച്ച് എന്ന് വെച്ചാൽ നല്ല ചൂടായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ മേലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ പോപ്കോൺ കിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് എന്ന് വെച്ചാൽ വലിയ നീളമുള്ള സ്പൂണോ ഇല്ലേ കയ്യിലോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലേ പൊട്ടിത്തെറിച്ച് നമ്മുടെ മേലെ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചുണ്ടാക്കുക ഇതുണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് കുക്കറിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് സേഫായിരിക്കുക. ഇല്ലേ നമ്മുടെ എവിടെയെങ്കിലും പൊള്ളി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോപ്കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും പോപ്കോണിൻ്റെ തൊലിക്ക്. അപ്പോൾ സേഫായിട്ട് എല്ലാവരും അത് ഓപ്പൺ ചെയ്യും. അതുപോലെ അടച്ചു വയ്ക്കുമ്പോഴും സേഫായിട്ട് അടച്ചു വയ്ക്കുക. പെട്ടെന്ന് അടച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഒരു 2 പോപ്കോണൊക്കെ പൊട്ടി പുറത്ത് വന്നു എന്ന് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അടച്ചു വയ്ക്കാൻ നോക്കണം. ഇല്ലേ പിന്നെ ബേണൊക്കെ ആയി പോവും. അപ്പോൾ ഇതാ ഇനി നമുക്ക് പോപ്കോൺ തുറന്ന് നോക്കാം. ഇപ്പോൾ ആ ഒരു ചൂടൊക്കെ ആ ഒരു സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. കണ്ട പോപ്കോൺ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഇപ്പം തന്നെ പോയി തൊട്ട് നോക്കരുത്, നല്ല ചൂടായിരിക്കും. നമ്മൾ എത്ര പോപ്കോണാണോ എടുക്കണം അതിനനുസരിച്ച് പാത്രവും വലുതായിരിക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ട നല്ല ഇതായിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഓയിലൊക്കെയാണ് യൂസ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പറ്റുന്നതും ബട്ടർ യൂസ് ചെയ്യാൻ, സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്